അപ്പോൾ നമ്മൾക്ക് കുവൈറ്റിലെ മിനിസ്ട്രിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്ററൊക്കെ വന്നിട്ടുള്ള കാൻഡിഡേറ്റിന് ഈ അടുത്തിടെ വന്നിട്ടുള്ള ഒരു ഫോളോ അപ്പ് മെയിലാണ്. Hope this email finds you well. For starting the visa process, you have to complete medical fitness and attestation of documents. Kindly send the status of the following within 5 days. ഒന്ന് വാഫിദ് മെഡിക്കൽ ഫിറ്റ്നസ്, took appointment or fitness certificate received, reply the status of attestation completed or started. Along with this, attach the passport copy. Please update the status in the Google form. Then instruction related to medical fitness. The medical test should be done through this portal. Then GCC countries approved medical centers and send us the medical fitness copy. According to the latest instruction from the WAFID, for doing medical and entry visa is not mandatory. You can do this with the passport and appointment slip from the WAFID site. The medical centers are not willing to do the medical without visa copy, send the appointment slip. Those staff who are currently residing in GCC countries, you have to send your valid residency copy, latest medical fitness copy for the visa processing. Once you receive the visa, you have to complete medical from WAFID side and you should be ready to the travel within 1 month. അപ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് വന്ന സ്ഥിതിക്ക് നിങ്ങളൊക്കെ ഹറിബറി ആവും. അപ്പോൾ ഇതിൽ മെസ്സേജിൻ്റെ ചെറിയൊരു ഉള്ളടക്കം പറയുകയാണെങ്കിൽ, ഇനി നിങ്ങൾ മെഡിക്കലിൻ്റെ ഒരു ഫിറ്റ്നസ്സും കൂടി എടുക്കണം. അത് നിങ്ങൾ വാഫിദ് എന്ന് പറഞ്ഞ സൈറ്റ് കൂടിയാണ് എടുക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ അറ്റസ്റ്റേഷൻ്റെ സ്റ്റാറ്റസ് വന്നിട്ട് കംപ്ലീറ്റഡ് ആണോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ടുള്ള ഒരു ഗൂഗിൾ ഫോമും കൂടി തന്നിട്ടുണ്ട്. അത് ഫോം ഫില്ലപ്പ് ചെയ്ത് അയയ്ക്കുക. കൂടാതെ ഇനിയിപ്പോൾ GCC കൺട്രിയിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്തിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അവർക്ക് പിന്നീട് വാഫിദിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ വാഫിദിൻ്റെ സൈറ്റിലേക്ക് കയറിയിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു അപ്പോയിൻമെൻറ്റ് സ്ലിപ്പാണ് കിട്ടുന്നത്. ഇത് നമ്മൾ പേയ്മെൻ്റ് അടച്ചിട്ടാണ്, ഇത് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഫിദിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ജസ്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മളതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ വാഫിദ് മെഡിക്കലിന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു വരും. സൈറ്റിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചും അപ്പോയിൻമെൻറ്റ് എങ്ങനെ എടുക്കാം, അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് എങ്ങനെ കിട്ടും, മെഡിക്കൽ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് മെഡിക്കൽ സെൻറ്റേഴ്സ് എന്ത് കിട്ടണമെങ്കിലും ഈ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യാൻ നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ തുറക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് കിട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് നമ്പർ നാഷണാലിറ്റി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ബുക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ബുക്ക് ദ മെഡിക്കൽ എക്സാമിനേഷൻ അപ്പോയിൻമെൻറ്റ്. നമ്മൾ ഏത് കൺട്രിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇന്ത്യയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഏത് സിറ്റിയാണെന്ന്. ഇപ്പോൾ ഇന്ത്യയിൽ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള സിറ്റീസാണിത്. ഇപ്പോൾ നമ്മൾ മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാലിക്കറ്റ് ഉണ്ട്, പിന്നെ കൊച്ചി ഉണ്ട്, ദെൻ
കൊടുങ്ങല്ലൂരൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവിടെ സെൻറ്ററില്ല. മലപ്പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇല്ല. ബട്ട് മഞ്ചേരിയിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ തിരൂർ, മലപ്പുറം ജില്ലയിലുള്ള തിരൂർ, അതുപോലെ തിരുവനന്തപുരം, ഇത്രയും സെൻറ്റേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ തിരുവനന്തപുരം എടുത്തു. അതിനുശേഷം നമ്മൾ ഏത് GCC കൺട്രിയിലേക്കാണ് പോകേണ്ടത്? നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമനാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുവൈറ്റാണ് വേണ്ടത്. അപ്പോൾ കുവൈറ്റ് സെലക്ട് ചെയ്തു. ഇവിടെ പ്രത്യേകം പറയണത് മെഡിക്കൽ സെൻറ്റേഴ്സ് ഹാസ് ബീൻ അസൈൻഡ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമുക്കൊരു മെഡിക്കൽ സെൻറ്റേഴ്സ് പർട്ടിക്കുലർലി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാഫിദിനകത്ത് ഇല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ച് പേയ്മെൻറ്റൊക്കെ അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തരുന്ന സെൻറ്റർ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ ദെൻ നിങ്ങളുടെ ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചുമ്മാ കൊടുത്താണ് കേട്ടോ. പിന്നെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ, ഫീമെയിൽ. ദെൻ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിളാണോ മാരീഡ് ആണോ അത് കൊടുക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ പാസ്പോർട്ട് നമ്പർ നിങ്ങൾ വൺസ് അഗെയിൻ ഒന്നും കൂടി കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കുക. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കുക. പാസ്പോർട്ട് നമുക്ക് ഇഷ്യൂ ചെയ്ത പ്ലേസ് കൊടുക്കുക. അതിപ്പോൾ കൊച്ചി ആണെങ്കിൽ കൊച്ചി. ദെൻ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അതിപ്പോൾ നമുക്ക് ഏതാണോ ഡേറ്റ് എന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഞാൻ ചുമ്മാ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ സെലക്ട് വിസ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫാമിലി വിസ ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് വിസ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാനിവിടെ ഏജ് കുറച്ച് കാണിച്ചിരിക്കുന്നുണ്ടാകുന്നതുകൊണ്ട് ഇവിടെ ഫാമിലി വിസ ആണ് മാത്രം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുത്തു. പിന്നെ നമ്മളുടെ ഇമെയിൽ ID നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം നാഷണൽ ID എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആധാർ കാർഡോ നിങ്ങളുടെ ഇലക്ഷൻ ID കാർഡോ, നമ്മുടെ ആധാർ കാർഡാണ് നാഷണൽ ID ഏറ്റവും ഉപയോഗിക്കുന്നത്, അത് കൊടുക്കുക. പിന്നെ എന്താണ് പോസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോസ്റ്റ് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേഴ്സിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം ഇത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് സെക്ടറിലോട്ട് പോകും. അപ്പം അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ സ്ലിപ്പ് കിട്ടും. കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അപ്പോയിൻമെൻറ്റ് സ്ലിപ്പിൻ്റെ മോഡലാണ് വാഫിദിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് രജിസ്ട്രേഷൻ കൺഫർമേഷൻ. പ്രത്യേകം പറയട്ടെ, ഇത് ഗൾഫ് നാടുകളിലുള്ള GCC എല്ലാ കൺട്രിയിലേക്കും നമ്മൾ വാഫിദ് ത്രൂ ആണ് നമ്മളിപ്പോൾ മെഡിക്കലിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. പണ്ട് ഇതിൻ്റെ പേര് ഗംക എന്ന് പറഞ്ഞിട്ടായിരുന്നു. GCC കൺട്രികളെല്ലാം കൂടിയിട്ടുള്ള മെഡിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. പിന്നെ നമുക്കിപ്പോൾ മെഡിക്കൽ എടുക്കാനായിട്ട് നമുക്ക് പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മളുടെ ആധാർ കാർഡും മാത്രം മതി ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ. കൂടാതെ നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോബിന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഓഫർ ലെറ്ററോ മറ്റോ കാര്യങ്ങളോ നിങ്ങളുടെ കയ്യിൽ കരുതുക. അതുപോലെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കരുതുക. സാധാരണയായിട്ട് ഇതിൻ്റെ മെഡിക്കലിന് ചെയ്യാൻ മെഡിക്കൽ സെൻറ്ററിൽ ഒരു പേയ്മെൻറ്റ് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. വാരിങ്സ് ഫ്രം അത് നമ്മൾ ഏത് മെഡിക്കൽ സെൻ്ററാണോ അവരുടെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എറൗണ്ട് ഒരു 5000 മുതൽ 7500, ഒരു കൂടിയാൽ തന്നെ ഒരു 10,000-ന് മേലോട്ട് എന്തായാലും മെഡിക്കലിൻ്റെ ഫീസ് വരുന്നില്ല. അപ്പോൾ അത്രയും ഫീസ് അടച്ചിട്ട് മോസ്റ്റ്ലി സെൻറ്റേഴ്സിലേക്ക് 5500 അത്രയൊക്കെ റേഞ്ചിൽ തന്നെയാണ് നമുക്ക് ഫീസ് മെഡിക്കലി വരുന്നത്. ഞാൻ ചെയ്തപ്പോൾ ഏകദേശം 5000 രൂപയ്ക്കൊക്കെയാണ് ഞാൻ 2022 ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 5000 രൂപയ്ക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് വേരിയേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ മെഡിക്കൽ സെൻറ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് കരുതിയിട്ട് മാക്സിമം നിങ്ങളൊരു 10,000-ന് താഴെയുള്ളൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, നിങ്ങളുടെ ഫോട്ടോ. ഇനി നിങ്ങൾക്ക് വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് വിസ അല്ലെങ്കിൽ വർക്ക് വിസ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ കരുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതിൽ ഇവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ, അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ സെൻറ്റർ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, അതുപോലെ ഈ സ്ലിപ്പിന് വന്നിട്ട് വാലിഡിറ്റി ഏകദേശം 1 മന്ത് ഇതുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നാണോ മെഡിക്കൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഒരു 1 മന്ത് എന്നുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് മാത്രം നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് വാഫിദ് മെഡിക്കലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. നിങ്ങൾക്ക് വാഫിദിൻ്റെ ബുക്കിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് ചെയ്യണം എന്നുള്ള അസിസ്റ്റൻസ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഇമെയിൽ ID ഞാനിവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ത്രൂ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഉള്ളത്. പിന്നെ മെഡിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വറിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാഫിദിൻ്റെ മെഡിക്കലിന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ മെയിനായിട്ട് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് എടുക്കും. അതായത് ഹൈറ്റ്, വെയ്റ്റ്, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ ചെക്കിങ്, ഐ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ ഹിയറിംഗ് ടെസ്റ്റ് നോക്കാറുണ്ട്. അതുപോലെ നിങ്ങളുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതുപോലെ യൂറിൻ ടെസ്റ്റ് എടുക്കാറുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് കേസുകളുണ്ടെങ്കിൽ ബ്ലഡ് ത്രൂവോ യൂറിൻ ത്രൂവോ അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്മിഷൻ ഉള്ള ടൈപ്പ് ഡിസീസ് കണ്ടീഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ HBsAg പോസിറ്റീവ്, HIV അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെങ്കിലാണ് നിങ്ങൾക്ക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ റിജക്ഷൻ വരുന്നത്. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെയാണ് മെയിനായിട്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ അൺഫിറ്റ് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് ചെസ്റ്റിന് വേണ്ടിയിട്ട്, ചെസ്റ്റ് ക്ലിയറൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെസ്റ്റ് എക്സ്റേ ഉണ്ടായിരിക്കും. ചെസ്റ്റ് എക്സ്റേയിൽ പാച്ചസോ മറ്റോ ഉണ്ടെങ്കിൽ, അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഫിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട്, എൻ്റെ ഒരു സജഷൻ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ വാഫിദിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തൊട്ടടുത്ത് ഉള്ള ഒരു ലാബിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോയിട്ട് ഇത് പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നിങ്ങളൊന്ന് വൺസ് ഒരു പ്രീ ചെക്കപ്പ് പോലെ എടുത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഫിറ്റ്നസ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ പോയിട്ട് മെഡിക്കൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുക. സാധാരണ ലാബുകളിലും ക്ലിനിക്കുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് CBC മെയിനായിട്ട് ചെയ്യുക. പിന്നെ HBsAg, HIV അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ യൂറിൻ്റെ റുട്ടീൻ ടെസ്റ്റ് ഒന്ന് ചെയ്യുക. പിന്നെ പറ്റുകയാണെങ്കിൽ കൊളസ്ട്രോള്, ബ്ലഡ് ഷുഗർ, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങളൊന്ന് ചെക്കപ്പ് ചെയ്യുക. ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നോക്കുക. പിന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോക്കുക. മാക്സിമം നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റ്സ് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചെറിയതായിട്ട് രീതിയിൽ ബ്ലഡ് ഷുഗറിൻ്റെ വേരിയേഷൻ കാണിക്കുന്നുള്ളവരാണെങ്കിൽ പരമാവധി നിങ്ങൾ ഷുഗറൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കലിൽ ആ ഒരു ഇത് നല്ലതായിരിക്കും. അതുപോലെ ഈ കൊളസ്ട്രോൾ കാണിക്കുന്നവരാണെങ്കിൽ കൊളസ്ട്രോൾ കാരണമാവുന്ന കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ഇതുപോലുള്ള മെഡിക്കൽ എടുക്കാതിരിക്കുക. അതായത് ഈ പനിയൊക്കെയുള്ള സീസണിൽ വെച്ച് ഭയങ്കര എന്താ പറയുക, ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉള്ള ഒരു ടൈമിൽ നിങ്ങൾ പോയിട്ട് മെഡിക്കൽ എടുക്കാതിരിക്കുക. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു സജഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്.